വീട്ടുകാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നിന്നിട്ടുമില്ല എന്ന് തോന്നുന്നു എനിക്ക്. പുള്ളി ഭയങ്കരമായിട്ടൊരു ടെക്നീഷ്യൻ അത്രയും ഹൈപ്പ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ടുള്ളത് സുജിത് വാസുദേവനെ കുറിച്ചാണ്. എപ്പോഴും പറയും ഒരു ഇൻ്റർനാഷണൽ ടച്ച് ഉള്ള ഒരു സിനിമാറ്റോഗ്രാഫറാണ്. ആൾക്ക് നിങ്ങളുടെ എസ്തെറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് എപ്പോഴും പറയാറുണ്ട്. പുള്ളിക്ക് നുണ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടാ. നുണയൊന്നുമല്ലല്ലോ. രാജു എന്നെ കുറിച്ച് മാത്രമല്ല കേട്ടോ, രാജു ഒരുപാട് പേരെ കുറിച്ച് അത് പറയാറുണ്ട്. അത് രാജുവിൻ്റെ ഒരു ഭയങ്കര ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് മറ്റ് സിനിമാറ്റോഗ്രാഫേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ മേ ബി അത് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ വേറെ പുള്ളി വർക്ക് ചെയ്തിട്ടുള്ള വേറെ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ പുള്ളി വാദോടെ സംസാരിക്കും. ടെക്നിക്കൽ സൈഡിനെ കുറിച്ചിട്ട് വാദോടെ സംസാരിക്കും. അന്ന് അവിടെ ഉപയോഗിച്ച ലെൻസിങ്ങിനെ കുറിച്ചിട്ട്, പുതിയ ലൈറ്റ്സ് വന്നിട്ടുള്ള അതിനെ കുറിച്ചിട്ട്. അതാണ് എൻ്റെ ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വീട്ടുകാര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നിന്നിട്ടുമില്ല എന്ന് തോന്നുന്നു എനിക്ക്. സിനിമകളെ കുറിച്ച് സംസാരിക്കുക, അപ്പം പുതിയ ടെക്നോളജി വരും, പുതിയ ആൾക്കാർ വരും. ഒരു ആക്ടർ പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിരുന്ന് സംസാരിക്കുന്ന ഒരു സദസ്സിൽ അയാൾ നന്നായിട്ടെന്ന് പറഞ്ഞാൽ പുള്ളി അത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ അതിനകത്തൊരു ഈഗോ അടിക്കുന്ന കക്ഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും.